എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തുട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം എന്തുട്ടാ? അതെ, ഇന്ന് നമ്മുടെ പാറുവിന്റെ ബാക്ക് ടു സ്കൂൾ പർച്ചേസിങ് വ്ലോഗാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പാറൂസിന് വേണ്ടിയിട്ടുള്ള എന്താണ് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ മേടിക്കാൻ പോവാണ്. അപ്പം എന്താണ് പാറു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതിന് വെച്ചിട്ട് പാറു ഹാപ്പി അല്ലേ? എന്തുട്ടൊക്കെ മേടിക്കേണ്ടത് ഇയാൾക്ക്? ബാഗ് മേടിക്കണോ? മേടിക്കണ്ടല്ലോ, അപ്പൊ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് LKG ബാഗ് ഉണ്ടല്ലോ, കേടായിട്ടില്ലല്ലോ, അപ്പൊ അതന്നെ മതിയല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് ബുക്സ് മേടിക്കണം അല്ലേ പാറു? ബുക്സ് മേടിക്കണോ? ഇത് നോക്ക്, അങ്ങോട്ട് ചെല്ല്. പിന്നെ ഏതാ പാറു? പിന്നെ എന്തിട്ട് മേടിക്കേണ്ടത്? കുപ്പി, പിന്നെ കുപ്പി പറഞ്ഞു. പിന്നെ വേറെ ഉണ്ടല്ലോ, റെയിൻകോട്ട്, പെൻസിൽ, സ്കെയില്, ചെരുപ്പ്, കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പൊ നമ്മള് ബ്രഷ്, അപ്പൊ നമുക്ക് നമ്മളിൽ LKG ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് LKG പാറൂസിന് ഉണ്ടായിരുന്ന ബാഗ്, സെയിം ബാഗ് തന്നെയാണ് നമുക്ക് കൊണ്ടുപോകണം. കാരണം അതിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല, അതേപോലെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ബാഗിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ബാഗ് മേടിക്കുന്നില്ല. അതുപോലെ തന്നെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും പാറ് കൊണ്ടുപോയിട്ട്, ലഞ്ച് ബോക്സ് സ്റ്റീലാണുള്ളവർക്ക് വേണ്ടത്. അപ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളാണ്, നല്ല വലിയാണ്, 1000 ഒക്കെ ആവും ഒരു ലഞ്ച് ബോക്സിനും ടിഫിൻ ബോക്സിനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് ഇൻസ്റ്റഗ്രാമിലത്തെ ഒരു ഇൻസ്റ്റാ പേജ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും നെയിം സ്ലിപ്പൊക്കെ അത് ഞാൻ കാണിച്ചു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാറൂസിന്റെ ഫോട്ടോ ഒക്കെ വന്നിട്ടുള്ള നെയിം സ്ലിപ്പ്. അപ്പൊ നമുക്ക് നെയിം സ്ലിപ്പ് വേറെ മേടിക്കേണ്ടി വന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ചോറും പാത്രം, പാറുവിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ, പാറുവിന്റെ ചിത്രമുണ്ട്, അതിന് വെച്ചിട്ടുള്ള ഒരു ചോറും പാത്രം ഉണ്ട്. പിന്നെ കറിപ്പാത്രം ഉണ്ട്, അതും പാറുവിന്റെ പിക്ചർ വെച്ചിട്ടുള്ള കറിപ്പാത്രം ഉണ്ട്. പിന്നെ നമുക്ക് ബോട്ടിലുമ്പിൽ പാറൂസിന്റെ നിഹാന്ന് പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനായിട്ട് ഇത് രണ്ടുമുണ്ട്, ഇതിലുണ്ട് നിഹാന്ന് പേരുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാമിൽ ലാ ക്രാഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് കേട്ടോ എനിക്ക് ഇത് അയച്ചത്. അപ്പം നമുക്ക് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും മേടിക്കണ്ട, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇതെടുത്ത് വെക്കണം മുന്നേ, അത് നമുക്കിതാ. പിന്നെ നമുക്ക് മേടിക്കേണ്ടത് ടിഫിൻ ബോക്സ് മേടിക്കണം. പാറുവിന്റെ ടിഫിൻ ബോക്സിന്റെ ക്ലിപ്പൊക്കെ വിട്ടിരിക്കുകയാണ്, അപ്പോൾ ടിഫിൻ ബോക്സ് മേടിക്കണം. പിന്നെ പാറൂസിന് വേണ്ടത് എന്താ അറിയാമോ? ചെരുപ്പ് വേണം. അവർക്ക് ഈ ഒരു മഴക്കാലത്ത് അവർക്ക് ഷൂ അല്ല, മഴക്കാലം കഴിഞ്ഞ വരെ സോക്സ് ഒന്നും ഇടിക്കില്ല, ചെരുപ്പാണ് ഇടിക്കുക. അപ്പോൾ ചെരുപ്പ് ഇടിക്കണം, ചെരുപ്പ് മേടിക്കാനുണ്ട്, ഷൂ മേടിക്കാനുണ്ട്. പിന്നെ ബുക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് May 1 ബുക്സ് കിട്ടി, അപ്പോൾ അവിടുത്തെ നോട്ട്ബുക്ക് ഉണ്ട്, അപ്പോൾ ആ നോട്ട്ബുക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചില്ലറ കാര്യങ്ങൾ ഷോപ്പിംഗ് വ്ലോഗാണ്. അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? ഫസ്റ്റ് എങ്ങോട്ട് പോണം? ഇത് മാറ്റം കണ്ണിക്കൊള്ളണം. ഫസ്റ്റ് നമുക്ക് ബുക്സും പെൻസില്, റബ്ബർ അതൊക്കെ മേടിക്കാൻ പോവാം. ഓക്കെ നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ, നെയിം സ്ലിപ്പ് നമ്മുടെ മോന് കുറെ നെയിം സ്ലിപ്പ് വന്നിട്ടില്ല ഇപ്പോ. അപ്പൊ ഇപ്പൊ നെയിം സ്ലിപ്പ് വേണ്ട, നമുക്ക് ഫസ്റ്റ് ബുക്സും സാധനങ്ങളൊക്കെ മേടിക്കാം. ഓക്കെ, പാറുട്ടനെ ബുക്കുകള്, ടെക്സ്റ്റ് ഒക്കെ പാറുവിന് ഈ മാസം ഫസ്റ്റ് തന്നെ ടെക്സ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് May 1 ടെക്സ്റ്റും നോട്ടും. പിന്നെ അവിടുത്തെ നോട്ട്സ് തന്നെ ഉണ്ട്, അതൊരു 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ നോട്ട്സ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം, അങ്ങനെയാണ്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു അവിടുന്ന് തന്നെ 2 ലൈനും 4 ലൈനും പിന്നെ നോർമൽ 2 നോട്ടും തന്നിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ അവൾക്ക് റഫായിട്ട് വേണം. പിന്നെ അതേപോലെ വീട്ടിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് 4 ലൈനും 2 ലൈനും ഒക്കെ ഒന്ന് മേടിക്കണം, നോർമൽ നോട്ട് ബുക്ക് മേടിക്കണം. പിന്നെ പെൻസിലുകൾ ഇഷ്ടംപോലെ വീട്ടിലിരിക്കുന്നുണ്ട്. പക്ഷെ പാറുവിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുവിന് 2 ദിവസമാണ് ഒരു പെൻസിൽ എന്നും സ്കൂളിൽ കളഞ്ഞുകൊണ്ട് വരും, അതാണ് പരിപാടി. പക്ഷെ വീട്ടിൽ പെൻസിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കാശിക്കുട്ടൻ നല്ല ഉറക്കാണ് ഗൈസ്.
ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവനിപ്പോൾ നല്ല ഉറക്കാണ്. ഇപ്പം ആക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ണി എനിക്ക് അപ്പം കുറച്ചങ്ങോട്ട് കണ്ടിട്ടാ പോരെ. സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഓക്കെ, പിന്നെ എന്താ എന്തിട്ടാ ഞങ്ങള് ബുക്സും സാധനങ്ങൾ, ചൊട്ട, ഷാർപ്പർ, ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കോട്ടപ്പുറത്താണ് പോണത്. അവിടുന്ന് നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും പിന്നെ പുറത്തിറങ്ങിയിട്ട് മേടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അങ്ങോട്ട് പോവാം. പിന്നെ കീത്തും നിഖിലും അവരിപ്പോൾ ഹോസ്പിറ്റലിൽ, അതായത് അവളുടെ കസിൻ ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അവരെയും പിക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പം ആദ്യം ഫസ്റ്റ് ബുക്സൊക്കെ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ടയർ മാറ്റാൻ നിൽക്കുകയാണ് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 3/4 മണിക്കൂറായിട്ട് ടയർ മാറ്റാൻ നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് കൊടുങ്ങല്ലൂർ എത്തി അപ്പം നിൽക്കണതാണ്. ഒരു 3/4 മണിക്കൂറായിട്ട് നമ്മൾ ടയർ നമ്മൾ നോക്കിയപ്പോഴും ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുന്നത്. ഡേഞ്ചറാണ് മൂവ് ചെയ്യുന്നത്. വേഗം ടയർ കടയിൽ കയറ്റിയിട്ട് 2 ടയർ മാറ്റാൻ നിൽക്കുകയാണ്. പക്ഷെ ഒരുപാട് സമയം ഇവിടെ ഭയങ്കര തിരക്കുമാണ്. ഇത് കാശിക്കുട്ടൻ ഉറങ്ങി, പാറുമോളും ഉറങ്ങി. ഇപ്പം സമയം 2 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാരാണെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നു. അമ്മ അതിൽ മഴക്കാരും കാര്യങ്ങളുമാണ്. കാണിച്ചിട്ടേ നല്ല മഴക്കാരാണ്. ചേട്ടൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് അത്ര ലേറ്റ് ആവണത് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ കടയാണത്. അവിടെ കറുത്ത ഷീറ്റ് ഇട്ടിട്ട് മൂടി കിടക്കണുണ്ട്. അത് നമ്മുടെ അച്ഛൻ്റെ കടയാണ്. അതിൻ്റെ ബാക്കിലൊക്കെയാണ് ഈ പണികൾ നടക്കുന്നത്. ഇവിടെ പണികൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് അച്ഛന് കട തുറക്കാൻ പറ്റാത്തത് കേട്ടോ. കാരണം ഇവിടെ പണികൾ നടക്കുമ്പോൾ ഫുള്ള് പൊടിയും ചെളിയും നമ്മുടെ കടയിലേക്ക് വരും. ആൾക്കാർക്കൊന്നും വന്ന് നിൽക്കാനോ കഴിക്കാനോ പറ്റില്ല. അപ്പോൾ കാര്യമില്ല, റോഡ് ഫുള്ള് ബാക്കിൽ പൊളിച്ചിട്ടിക്കാണ്. അച്ഛന് നിൽക്കാനും സ്പേസ് ഇല്ല. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ കണ്ടോ റോഡിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് പൊളിച്ചിട്ടാണ്. അതേ ഹേട്ടൻ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആകെപ്പാടെ ലേറ്റ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് നിഖിലിനെയും കീത്തുവിനെയും പിക്ക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആവുമല്ലോ. അപ്പം നമ്മൾ വേഗം അവരെ പിക്ക് ചെയ്യാൻ പോയി. പിന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ മാറിയാണ് മേടിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ഏരിയയിലൊന്നും അതായത് എല്ലാം കൂടെ കിട്ടുന്നത്. ഇപ്പോൾ ലുലു മാളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാതും മക്കൾക്കുണ്ട്, എല്ലാതും നമുക്ക് അവിടെ നിന്ന് കിട്ടുമല്ലോ. ഇത് നമുക്ക് പല സ്ഥലങ്ങളിലേക്കായിട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കോട്ടപ്പുറത്തേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, ആദ്യം ബുക്കിൻ്റെ ചട്ട എടുത്തു. ചിലർ ചൊട്ട എന്ന് പറയും, ഞങ്ങളിവിടെ ചട്ട എന്ന് പറയും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബ്രൗൺ ചട്ടയാണ് എനിക്കിഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക മറ്റേ റെഡാണ് എടുത്തത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ബ്രൗൺ ചട്ട തന്നെ എടുത്തു കിട്ടാം. എനിക്കിഷ്ടമാണ് ബുക്സ്, അത് കാണാനായിട്ട് എനിക്കിഷ്ടമാണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, റബ്ബർ കാര്യങ്ങളൊക്കെ. അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ 2 ലൈനും 4 ലൈനും പിന്നെ റഫിന് വേണ്ടിയിട്ടും മേടിച്ചു. വീട്ടിലെഴുതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിലുള്ളത് ഓൾറെഡി സ്കൂളിലേക്കുള്ളത് സ്കൂളുകാർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് വേണ്ടി എക്സ്ട്രാ മേടിക്കേണ്ടി വന്നില്ല. പക്ഷേ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു 3 ബുക്ക് മേടിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും, പിന്നെ മാത്സ് അവർക്ക് ചെക്ക് ബുക്കാണല്ലോ, അത് മേടിച്ചില്ല. അത് ഞാനൊരു പ്ലെയിൻ ബുക്ക് റഫിൽ തന്നെ എഴുതി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബുക്സുകൾ മേടിച്ചു. പിന്നെ കട്ടറും പിന്നെ റൈസർ അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റ് കിട്ടിയപ്പോൾ അത് വെറുതെയാണ് കൊണ്ട് കളയും, എന്നാലും വാങ്ങിച്ചു. ഒരു 3-4 പീസ് റബ്ബർ മേടിച്ചു. ഇതൊക്കെ പാറൂസ് കൊണ്ട് കളയും കേട്ടോ. പാറു ഒരിക്കലെടുത്ത് വെക്കില്ല, അവളിത് എന്തായാലും കൊണ്ട് കളയും. പിള്ളേരൊക്കെ അങ്ങനെയായിരിക്കും മേ ബി. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് മേടിച്ചത്. പിന്നെ ഞാനൊരു സ്കെച്ച് മേടിച്ചു. അതായത് ഈ ഒരു പെൻസിലിൻ്റെ ബോക്സ് മേടിച്ചു. അതിൽ കൂടെ റബ്ബർ കിട്ടിയായിരുന്നു. പിന്നെ ഒരു ചെറിയ പാക്കറ്റ് സ്കെച്ച് മേടിച്ചു. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ക്രയോൺസും മേടിച്ചു. ഇനി ഇവർക്ക് വർക്കുകളായിരിക്കും. അതായത് ഓരോ ആഴ്ച എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇവർക്ക് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒരു ബണ്ടിൽ ഓഫ് കളർ പേപ്പേഴ്സ് ഉണ്ട് വീട്ടിൽ. അതൊരു ബണ്ടിലിരിക്കുന്നുണ്ട് A4 ഒക്കെ ആയിട്ട്. പിന്നെ ഇത് റെയിൻകോട്ട്. പാറുവിന് ഓൾറെഡി കഴിഞ്ഞ കൊല്ലം നമ്മളൊരു റെയിൻകോട്ട്, നല്ലൊരു റെയിൻകോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി കോസ്റ്റ്ലി തന്നെയായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ കോട്ടിന് ഒരു കുഴപ്പമില്ല. ഇത് എനിക്ക് അവളെ പിക്ക് ചെയ്യാൻ പോകേണ്ടി വരുമ്പോൾ എനിക്ക് കോട്ടില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ടായിട്ടും പാറുവിൻ്റെ കണ്ണ് വേറെ മേലേലിരിക്കുന്ന ഈ സാധനത്തേക്കാണ്. അതേ കണ്ട് കിൻഡർ ജോയുടെ പാക്കറ്റ്സാണ്. ഇതിലേക്കാണ് അവളെ കണ്ണും. പറഞ്ഞ ഇപ്പോഴായി. പിന്നെ എനിക്ക് തോന്നുന്നു വെക്കേഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവൾക്കുണ്ടായ ഒരു സൈഡ് എഫക്റ്റാണ് ഈ ഒരു ചോക്ലേറ്റ് തീറ്റ. ഭയങ്കരമായിട്ട് അഡിക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മിഠായി വേണമെന്ന് പറഞ്ഞിരിക്കണം. ഐന്യൂസാണ് കേട്ടോ എൻ്റെ കയ്യിൽ. കാശി കാറിൽ കീത്തൂൻ്റെ അടുത്തുണ്ട്, എല്ലാവരും കൊണ്ട് വന്നില്ല. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്, കുറച്ച് ഒരു വെളിച്ചെണ്ണയും മിഠായി മാവ് മേടിച്ചു കൊടുത്തോട്ടാ. അങ്ങനെ മേടിച്ചു.
അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൊടുത്തും ആൾ ഹാപ്പിയായി. ഈ സാധനങ്ങൾ കിട്ടുന്നതിനേക്കാളും അവളെ കയ്യിൽ ചോക്ലേറ്റ് ഉള്ള കാരണമാണ് കുറച്ചുകൂടെ ഹാപ്പി ആയത്. ദേ കാറിലേക്ക് എത്തിയപ്പോൾ മേമയും കാശിക്കൂട്ടനും തമ്മിൽ ഭയങ്കര കളിയായിരുന്നു. കാശി എന്താ പറയുക, ഇങ്ങനെ കുറച്ച് സെറ്റാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത്, നമുക്ക് ചെരുപ്പ് കടയ്ക്ക് പോകാനുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ 2-3-4 കടയ്ക്ക് മാറി. പക്ഷേ എല്ലാ കടകളും നമ്മുടെ കൊടുങ്ങല്ലൂർ ആ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. അതാണ് നമുക്കൊരു സമാധാനം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഐനൂസ് ഉറങ്ങിപ്പോയി. അപ്പം നെക്സ്റ്റ് നമ്മൾ പോണത് നമ്മുടെ ടെക്സ്റ്റൈൽസിലേക്കാണ്. അവിടെ നമുക്ക് മേടിക്കാനുള്ളത് പാറുവിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക പെറ്റിക്കോട്ട് മേടിക്കണം, അതേപോലെ തന്നെ ടൈറ്റ്സ് മേടിക്കണം, പിന്നെ ടവൽസ് മേടിക്കണം. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് ടൂ ലേറ്റാണ്. അതായത് എല്ലാവരുടെയും പർച്ചേസിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് വൈറ്റ് കളറും കിട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്കിൻ കളറാണുള്ളത്. അവർക്ക് എന്താ പറയുക സ്കിൻ കളർ കുഴപ്പമില്ല, എന്നാലും അവർ വൈറ്റ് കളറ് പെറ്റിക്കോട്ടും ടൈറ്റ്സാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ ഇത് 2 ഉണ്ടായിരുന്നു, വൈറ്റ് 2 ഉണ്ടായിരുന്നു. ഞാനൊരു 4 പീസ് വെച്ചിട്ട് എല്ലാതും മേടിക്കും, കാരണം മഴക്കാലമാണല്ലോ വരുന്നത്. അതുകൊണ്ട് അപ്പോൾ അതേ അച്ഛനും മോനും അവിടെ ഭയങ്കര കളിയിലാണ്. ഞാനിതിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷേ വൈറ്റ് പെറ്റിക്കോട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെയാണ് ഞാൻ മേടിച്ചത്. ചിലർ സ്റ്റിച്ച് ചെയ്തിട്ടിടുമല്ലോ കോട്ടൻ്റെ, അതും നല്ലതാണ് കോട്ടൻ്റെ. പണ്ട് ഇവിടെ കുട്ടച്ഛനും പാറക്കുട്ടി ഷെമ്മിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു 2-3 തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു 4 പീസ് അത് മേടിച്ചു. പിന്നെ ദേ കണ്ടില്ലേ പിള്ളേർ അല്ലും മൈനുവിനെയും പാറുവിനെയും അവിടെ പാർക്കിങ്ങിൽ കാറിൽ എത്തിയിട്ടാണ് വന്നത്. ഇവിടുന്ന് 4 പീസ് പെറ്റിക്കോട്ടും 4 പീസ് ടൈറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ പോകുന്നു കേട്ടോ. ഇനി നേരെ ചെരുപ്പ് കടയ്ക്കാണ് പോകുന്നത്. അവിടെ നമുക്കിങ്ങനെ ടവൽസ് കിട്ടിയില്ലായിരുന്നു. ഇനി അതിന് വേണ്ടി വേറെ കടയ്ക്ക് പോകണം. അപ്പോൾ ഞങ്ങളെപ്പോഴും ഈ ഒരു ബ്രദേഴ്സ് എന്നുള്ളൊരു ഫുഡ് വെയറിലേക്കാണ് വരാറുള്ളത് കേട്ടോ. നല്ല കളക്ഷനാണ്. അത് ഞങ്ങൾ എന്താ പറയുക വലിയ കടകളിൽ ഞങ്ങൾ കയറും. ഇത് നല്ല വലിയ സ്റ്റോർ തന്നെയാണ്, പക്ഷേ ഇത്തിരി ഉള്ളിലേക്കാണ്. അവിടെ നിന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്ന ടൈപ്പ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷേ ഇവിടെ എങ്ങനെയെന്നറിയോ, ഇവിടെ എല്ലാ തരത്തിലുള്ള കളക്ഷനുണ്ട്, ഭയങ്കര റേറ്റും കുറവാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും ഞങ്ങൾ മിക്കവാറും ഇവിടേക്കാണ് വരാറുള്ളത്. ഇവിടെയുണ്ട് വേറൊരു ഫുഡ് വെയറും ഉണ്ട് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ മാറി പോകാറുള്ളത്. അപ്പോൾ പാറൂസിന് ഇങ്ങനത്തെ ചെരുപ്പായിരിക്കണം ഈ ഒരു മഴക്കാലത്ത് ഇടേണ്ടത്. ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ തന്നെ വേണം അവർക്ക്. ഇങ്ങനെ എന്താ പറയുക വേറെ മോഡലൊന്നും പാടില്ല, ഇങ്ങനത്തെ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ കണ്ടോ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ പറയുക നമ്മൾ കറക്റ്റ് പാകത്തിന് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിള്ളേർ ഇപ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കണം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അവർക്കത് യൂസ് ചെയ്യാൻ പറ്റാണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്, കാരണം നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അഴയുമായിരിക്കും. കണ്ടോ ഈ ഒരു ചെരുപ്പാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. ഇതൊരു 3-4 മാസത്തേക്ക് ഈ ഒരു ചെരുപ്പ്, അതായത് നമ്മുടെ ഈ ഒരു മഴക്കാലം കഴിയുന്നത് വരെ. അപ്പോൾ പാറു പറയുന്നത് എനിക്ക് വേദന ഒന്നും എടുക്കണില്ല, സുഖമുണ്ട്, അങ്ങനെയാണ് പാറു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷൂ ആണ്. അതായത് മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഷൂവും സോക്സും ഇടണം. അത് നമ്മൾ പാറുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഇത് പറഞ്ഞ പോലെ ചെറുവിരൽ ഇങ്ങനെ തിങ്ങിയിട്ട് അവൾക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം മേടിച്ചപ്പോൾ കുറച്ച് ഒന്ന് അഴഞ്ഞു നോക്കിയിട്ടാണ് മേടിച്ചത്. അവൾക്ക് വേറെ കുഴപ്പം വേണ്ടെന്ന് വെച്ചു. അത് രണ്ടും മേടിച്ചതിന് ശേഷം നമ്മൾ ടിഫിൻ ബോക്സ് മേടിക്കാൻ വേണ്ടി വന്നു. പക്ഷേ വേറൊരു കാര്യം, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ തപ്പി നടന്നിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും കിട്ടിയത്. ഞാൻ വിചാരിച്ച പോലത്തെ ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടത്, അതായത് പാറൂസിനെ സംബന്ധിച്ച് പാറു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ദിവസങ്ങളിൽ ടിഫിനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കറിപ്പാത്രത്തിൽ ഷെൽഫുകളായിട്ടുള്ള ടിഫിൻ ബോക്സ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ തപ്പി നടന്നിരുന്നത്. അതെനിക്ക് അങ്ങനെ കിട്ടിയില്ല. ഇതുപോലത്തെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ശരിക്കും ലഞ്ച് ബോക്സ് പോലെ എനിക്ക് തോന്നി. ലാസ്റ്റായിട്ട് എനിക്ക് ഇതുപോലെ റൗണ്ടിന് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ ഇനി നടക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഇതുപോലത്തെ ഒരു ടിഫിൻ ബോക്സ് കിട്ടിയായിരുന്നു. ഇതുപോലത്തെ നല്ല ടിഫിൻ ലഞ്ച് ബോക്സ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ വാഷർ പോയ കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വാഷറൊക്കെ എടുത്ത് കളിച്ചിട്ട് അത് കളഞ്ഞിട്ടൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു ടിഫിൻ ബോക്സ് മേടിച്ചു. പിന്നെ നമ്മൾ ഒരു 4 കർച്ചീഫ് മേടിച്ചു. അതായത് നമുക്ക് ടിഫിനും ലഞ്ചും പൊതിയാനായിട്ടുള്ള കർച്ചീഫ് മേടിച്ചു. ഇതൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് അവർക്ക് ബണ്ണ് ഈ ഒരു കളർ ബ്ലൂ കളർ തന്നെ വേണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ഭയങ്കര റയറായിട്ടുള്ള കളറാണ്. ബ്ലൂ ഉണ്ടാവും, ഈ ഒരു റയറായിട്ടുള്ള കളറാണ്.
അപ്പോൾ അത് കുറച്ച് തപ്പി കിടന്നിട്ടാണ് കിട്ടിയത്. 2-3 കടയൊക്കെ ഇട്ടാണ് കിട്ടിയത്. പിന്നെ അവൾക്ക് തൊടാനുള്ളൊരു പൊട്ട്, പിന്നെ ടിക്ക്, അതായത് പാറുവിനെ മുടി കെട്ടി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ മുടി വെട്ടിയത് പാറുവിൻ്റെ. പക്ഷേ പാറുവിൻ്റെ വീണ്ടും 2 സൈഡിൽ മുടി കെട്ടാറായിട്ടുണ്ട്. നന്നായിട്ട് ലെങ്ത്ത് വെച്ചു. അപ്പോൾ വീണ്ടും ഞാൻ 2 സൈഡിൽ മുടി കെട്ടി കൊടുക്കാൻ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടി ടിക്ക് മേടിച്ചു. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് ചീർപ്പാണ്. കാരണം നമ്മൾ 2 സൈഡിലും മുടി കെട്ടുമ്പോൾ എനിക്ക് ബാക്കിൽ നീർവാച്ചിലിടാൻ അറിയത്തില്ല, കൈ കൊണ്ട് നീർവാച്ചിലിടാൻ അറിയത്തില്ല. എങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലും വളഞ്ഞും തിരിഞ്ഞും പിരിഞ്ഞും പോകും. അത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് വേറെ ആൾക്ക് ചെയ്ത് കൊടുക്കാനും അറിയില്ല. അപ്പോൾ ഈ ടൈപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ടൈപ്പ് ചീർപ്പാണെങ്കിൽ നമുക്കതിൻ്റെ കോമ്പിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും. അപ്പോൾ അതുപോലത്തെ. പിന്നെ ഞാൻ മേടിച്ചത് ഒരു ഹിമാലയയുടെ ഒരു കൺമഷി മേടിച്ചു, ഒരു ഐബ്രോ പെൻസിൽ മേടിച്ചു. ഇതൊന്നും അലൗഡ് അല്ല, പക്ഷെ നൈസായിട്ട് എന്തായാലും എഴുതി കൊടുക്കും. അറ്റ് ലാസ്റ്റ് നമ്മൾ യൂണിഫോം മേടിച്ചു. യൂണിഫോം നമ്മൾ സെപ്പറേറ്റ് ഒരു ദിവസം പോയിട്ടാണ് മേടിച്ചത് കേട്ടോ. യൂണിഫോം നമ്മുടെ സൂചി നൂലാണ് പോയി കൊടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടാണത്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ ചില നമ്മളെ പ്രായത്തിലൊക്കെ യൂണിഫോം ഇടാൻ നമ്മളെങ്ങനെയാണ് ഭയങ്കര ലോഹമൊക്കെ ആയിട്ട്, ലോഹ ഷർട്ട്, ഒരാളെ കൂടെ വേറെ ആൾക്ക് കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ അല്ലേ ഷർട്ട് ഇടുക, അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പാറുവിന് പക്കയുടെ യൂണിഫോം അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തത് ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഡിറ്റർജൻറ്റ് ഇത്തിരി കൂടിപ്പോയപ്പോൾ 2 യൂണിഫോം നരച്ചു പോയി. അങ്ങനെ ഒരു അബദ്ധത്തിൽ യൂണിഫോം നാശമായി പോയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മേടിച്ചു. ഇപ്രാവശ്യം ശരിക്കും സൂക്ഷിക്കണം. അപ്പോൾ പർച്ചേസ് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 99.9% കഴിഞ്ഞു. വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐന്യൂസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്താ പറയുക, കുറേ സമയം വേണ്ടി വന്നു പർച്ചേസിങ്. ഇതുപോലെ വലിയൊരു സ്റ്റോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ റൗണ്ടിലെല്ലാം കഴിയും. പക്ഷേ ഇത് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മാറിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതേ അതിനെക്കൂട്ടം കടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ എന്നെ പേടിച്ച് നോക്കണതാണ് അവൻ. എനിക്കങ്ങനെ എന്താ പറയുക, മൂശ കയറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്. 3 പേരെയും ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കും, നല്ലോണം ചീത്തയും പറയും, അതുപോലെ തന്നെ കൂട്ടുകൂടും. എനിക്കങ്ങനെയാണ് കേട്ടോ. പാറക്കുട്ടിയും ഭയങ്കര കളി. അപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു. രാവിലെ ഒരു 10:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയ ആൾക്കാരാണ് ഞങ്ങളിവിടെ ഇപ്പോൾ പോണത്. 5:30 നേരത്താണ് ഞങ്ങളിത് ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഗൈസ് പർച്ചേസിങ് ഏകദേശം ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാതും സൂപ്പറായിട്ട് അവസാനിച്ചു. ഇനി പ്രത്യേകിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയൊരു സംഭവം ബോക്സാണ്. അത് വേണോ വേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ്. വലിയ അത്യാവശ്യം ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ബോക്സ് മേടിക്കാനുണ്ട്. അതിപ്പോൾ ചേട്ടൻ മേടിച്ചിട്ടുണ്ടോ, ഒരു ചെറിയൊരു ബോക്സ് വേണമെങ്കിൽ അവർക്ക് മേടിച്ചിട്ടുണ്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബാക്ക് ടു സ്കൂൾ പർച്ചേസിങ് കഴിക്കുന്നെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ തുറത്തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീട്ടിൽ വരുന്നതായിരിക്കും. ബൈ.